Hi all, myself Shruti SS, Department of Civil Engineering. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് MCN 201 മൊഡ്യൂൾ 4 തേർഡ് ലെക്ചർ വിൻഡ് എനർജി ആൻഡ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ. Wind energy. The origin of wind energy is from the sun. സണ്ണിൽ നിന്നാണ് വിൻഡ് എനർജിയുടെ ഒറിജിൻ. When the sun rays falls on our planet, its surface get heated up and as a consequence unevenly winds are formed. പ്ലാനറ്റിലെ സൺ റേസ് പതിക്കുമ്പോൾ അതിൻ്റെ സർഫസ് ചൂടാകുന്നതിൻ്റെ ഫലമായിട്ടാണ് വിൻഡ് ഫോം ചെയ്യുന്നത്. We can use the energy in the wind by building a tall tower with a large propeller on the top. ഉയരമുള്ള ഒരു ടവർ നിർമ്മിച്ച് അതിന് മുകളിൽ വലിയ പ്രൊപ്പല്ലർ ഉപയോഗിച്ച് നമുക്ക് വിൻഡ് എനർജി ഉപയോഗിക്കാം. The wind blows the propeller round which turns a generator to produce electricity. വിൻഡ് പ്രൊപ്പല്ലറിനെ കറക്കുകയും അത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. കമ്പോണൻസ് ഓഫ് വിൻഡ് മിൽസ്. വിൻഡ് മിൽസിൻ്റെ കമ്പോണൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Wind energy refers to production of electricity from wind using wind turbines. Wind turbines യൂസ് ചെയ്ത് വിൻഡിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് വിൻഡ് എനർജി. When wind flows through the blades of a turbine, they rotate and spin, powering a rotor inside the generator, producing electricity. ഒരു ടർബൈൻ്റെ ബ്ലേഡിലൂടെ വിൻഡ് ഫ്ലോ ചെയ്യുമ്പോൾ അത് കറങ്ങുകയും ജനറേറ്ററിൻ്റെ ഉള്ളിലെ റോട്ടറിനെ കറക്കുകയും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. മൾട്ടിപ്പിൾ ടർബൈൻസ് ആർ വർക്കിംഗ് ഇൻഡിപെൻഡൻ്റ്ലി. ഒന്നിലധികം ടർബൈനുകൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ദ ഇലക്ട്രിസിറ്റി ഫ്രം ഈച്ച് ടർബൈൻ ഫ്ലോസ് ത്രൂ കേബിൾസ് ആൻഡ് കമ്പൈൻ വിത്ത് എനർജി ഫ്രം അതർ ടർബൈൻസ്, പവർ കണ്ടീഷൻഡ് ആൻഡ് ദെൻ ഡിസ്ട്രിബ്യൂട്ടഡ്. ഓരോ ടർബൈനിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി കേബിളിലൂടെ ഫ്ലോ ചെയ്യുകയും മറ്റു ടർബൈനുകളിൽ നിന്ന് എനർജി കമ്പൈൻ ചെയ്യിപ്പിച്ച് പവർ കണ്ടീഷൻ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. Advantages of wind energy. Wind energy is a renewable resource, so it will never run out. വിൻഡ് എനർജി എന്ന് പറയുന്നത് ഒരു റിന്യൂവബിൾ റിസോഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ ഒരിക്കലും തീരുന്നില്ല. ഹാസ് ലിറ്റിൽ ഡിറക്റ്റ് ഇഫക്റ്റ് ഓൺ ദ എൻവയോൺമെൻറ്റ് ആസ് ദെയർ ഹാസ് നോ ഗ്രീൻ ഹൗസ് ഗ്യാസ് പ്രോബ്ലംസ്. ഗ്രീൻ ഹൗസ് ഗ്യാസ് പ്രോബ്ലംസ് ഇല്ലാത്തതുകൊണ്ട് എൻവയോൺമെൻറ്റിനെ നേരിട്ട് സ്വാധീനിക്കുന്നില്ല. മോഡേൺ ടർബൈൻസ് അവൈലബിൾ അപ് ടു 1 മെഗാവാട്ട് ആൻഡ് വിൻഡ് ഫാംസ് ഓഫ് 100 to 150 മെഗാവാട്ട് ഇൻസ്റ്റാൾഡ്. 1 മെഗാവാട്ട് മോഡേൺ ടർബൈൻസും 100 മുതൽ 150 മെഗാവാട്ട് വരെയുള്ള വിൻഡ് ഫാംസും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ടർബൈൻസ് ആർ റിപ്പയറബിൾ ആൻഡ് നോ നീഡ് ഓഫ് ഫാം ഷട്ട് ഡൗൺ. ഇൻഡിവിജ്വൽ ടർബൈനുകൾ നന്നാക്കുന്നതിന് ഫാം ഷട്ട് ഡൗൺ ചെയ്യേണ്ട ആവശ്യമില്ല. The farmland can be used for agriculture or farming activities, means eco-friendly and promotes tourism. അഗ്രികൾച്ചറൽ ലാൻഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. Disadvantages of wind energy. It covers large areas, usually on ridges and hilltops. Large areas കവർ ചെയ്യുന്നുണ്ട്. They are noisy. അത് നോയ്സിയാണ്. Need huge amount of cabling and complex electrical engineering technology. വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കേബിളുകളും കോംപ്ലക്സ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നോളജിയും ആവശ്യമുണ്ട്. ജനറേഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം ഡാമേജ്ഡ് വിൻഡ് മിൽസ്. ഡാമേജായ വിൻഡ് മിൽസിൽ നിന്നും വേസ്റ്റ് മെറ്റീരിയൽസ് ജനറേറ്റ് ചെയ്യുന്നു. റെഗുലർ മോണിറ്ററിംഗ് ആൻഡ് റിപ്പയർ ഓഫ് ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സിൻ്റെ റെഗുലർ മോണിറ്ററിങ്ങും റിപ്പയറിങ്ങും. Hydroelectric power. Hydroelectricity is the term referring to electricity generated by hydropower, the production of electrical power through the use of the gravitational force of falling or flowing water. ഹൈഡ്രോ പവർ യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അതായത് വീണുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നതോ ആയ വെള്ളത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉപയോഗിച്ചാണ് ഇലക്ട്രിക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. It is the most widely used form of renewable energy, accounting for 16% of global electricity generation. ഗ്ലോബൽ ഇലക്ട്രിസിറ്റി ജനറേഷൻ്റെ 16% വരുന്ന റിന്യൂവബിൾ എനർജിയുടെ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഫോമാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ. ഹൈഡ്രോ ഇലക്ട്രിക് പവറിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Small hydropower can provide clean, renewable and relatively inexpensive energy. ക്ലീനും റിന്യൂവബിളും കമ്പാരിറ്റീവ്ലി എക്സ്പെൻസ് കുറഞ്ഞ എനർജിയാണ് സ്മോൾ ഹൈഡ്രോ പവർ നൽകുന്നത്.
Unlike large hydropower schemes, small hydropower does not necessitate a reservoir. ലാർജ് ഹൈഡ്രോ പവറിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്മോൾ ഹൈഡ്രോ പവറിന് റിസർവോയർ ആവശ്യമില്ല. They can be constructed in any location where there is enough water flow and head to make energy generation viable. എനർജിയുടെ ഉൽപ്പാദനം ലാഭകരമാക്കാൻ ആവശ്യമായ വാട്ടർ ഫ്ലോയും ഹെഡുമുള്ള ഏത് സ്ഥലത്ത് നമുക്കിത് നിർമ്മിക്കാൻ കഴിയും. Since no reservoir is created on the upstream, there is minimal impact on nearby communities with respect to displacement. അപ്സ്ട്രീമിൽ റിസർവോയർ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അടുത്തുള്ള കമ്മ്യൂണിറ്റീസിൽ കുറഞ്ഞ ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. Advantages of SHP. SHP is a clean energy source producing no water or air pollution. SHP air pollution or water pollution ഉണ്ടാക്കാത്ത clean energy source ആണ്. As a non-consumptive water use, small hydropower is a renewable energy source. അത് ഒരു റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. ദർ ഈസ് മിനിമൽ ഇമ്പാക്റ്റ് ഓൺ ദ എൻവയോൺമെൻറ്റിൽ കുറഞ്ഞ ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ലോങ് യൂസ്ഫുൾ ലൈഫ് ആൻഡ് ലോ റണ്ണിങ് കോസ്റ്റ്. ലോങ് ലൈഫും കുറഞ്ഞ വർക്കിംഗ് കോസ്റ്റ് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. Disadvantages of SHP. To be economical, energy consumers need to be located near the hydropower scheme. എക്കണോമിക്കൽ ആവണമെങ്കിൽ എനർജി കൺസ്യൂമർ ഹൈഡ്രോപവറിൻ്റെ അടുത്ത് ലൊക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. സീസണൽ വേരിയേഷൻ ഇൻ സ്ട്രീം ഫ്ലോ കോസസ് വേരിയേഷൻ ആൻഡ് ഡിസ്റ്റർബൻസ് ഇൻ എനർജി സപ്ലൈ. സ്ട്രീം ഫ്ലോയിലെ സീസണൽ വേരിയേഷൻ കാരണം എനർജി സപ്ലൈയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു. ദ സ്ട്രീം ഫ്ലോ ലിമിറ്റ്സ് ദ പവർ ജനറേഷൻ. സ്ട്രീം ഫ്ലോ പവർ ജനറേഷനെ ലിമിറ്റ് ചെയ്യുന്നു. താങ്ക് യു.